ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പളവളപ്പ് നോക്കണ്ട. എനിക്ക് 50 വയസ്സാണ്. ആരിഫയ്ക്ക് എന്തായാലും ഒരു 10 വയസ്സ് കൂടുതലുണ്ടാവും, മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ പറ്റും. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒരാളും 1 ഇഞ്ച് പോലും കൊണ്ടുപോകില്ല എന്ന്. ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ ഹൃദയത്തിലാണ്, അരികിലല്ല, ഹൃദയത്തിൽ കൂടെ ഉണ്ടാകില്ല. ആലപ്പുഴയിലെ MP-ക്ക് ഒരു വീടുണ്ടാകുമെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ വീടാണെങ്കിൽ അത് ഇവിടുത്തെ പെൺകുട്ടികളുടെ സ്വന്തം വീടായിരിക്കും എന്ന് പറയാനും ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് അവർക്ക് മാത്രമായിട്ട് ഞാനൊരു മാനിഫെസ്റ്റോ, ഒരു പ്രകടന പത്രിക സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്താ നിങ്ങൾ ഇഷ്ടപ്പെടും? പുരുഷൻ സ്ത്രീക്ക് എതിരല്ലല്ലോ. അമ്മയെ മകൻ സ്നേഹിക്കുന്നു അല്ലെ, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നു, കുഞ്ഞിനെ പെൺകുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളിലൂടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുന്നേറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കണം എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൂടുതൽ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫ്ലെക്സ് ബോർഡിന്റെ എണ്ണം നോക്കണ്ട, ഷൂട്ട് ചെയ്തെടുത്ത ഫോട്ടോയുടെ ആ പളവളപ്പ് നോക്കണ്ട. എനിക്ക് 50 വയസ്സാണ്. ആരിഫയ്ക്ക് എന്തായാലും ഒരു 10 വയസ്സ് കൂടുതലുണ്ടാവും, മറ്റാൾക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ചാൽ പറ്റും. അപ്പോ അതെ, 63 പിന്നെ പ്ലസ് മറ്റാൾക്കും നിങ്ങൾ നോക്കിയാൽ മതി. എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നാട്ടുകാരുടെ പണമാണ്. മനസ്സിലായില്ലേ? സ്വന്തം അധ്വാനിച്ച പൈസ എടുത്തു കൊണ്ടുവന്ന് നാട്ടില് പൊതുപ്രവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ ആരിഫിന്റെ വീടിന്റെ തൊട്ടടുത്ത് 3 സെന്റ് മാത്രം സ്ഥലമുള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ അവിടെ സഹപ്രവർത്തകരുമായിട്ട് പോയി. ആ 3 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ആരിഫിന്റെ സുഹൃത്തിന് ആ 3 സെന്റ് സ്ഥലം കൂടി ഒരു വലിയ വീട് വെക്കാൻ വേണ്ടി ആ പാവത്തിന് അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ ആളുകളില്ലാഞ്ഞിട്ടല്ലോ എന്നെ അന്വേഷിച്ചു വന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒരാളും 1 ഇഞ്ച് പോലും കൊണ്ടുപോകില്ല എന്ന്. ആ അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും, പ്രായപൂർത്തിയായ പെൺകുട്ടിക്കും കേസ് LDF-ന്റെ സ്ഥാനാർത്ഥി ആരിഫൊക്കെ മറക്കുന്നതാണ് നല്ലത്. ഞാൻ അവർക്ക് കരുതലും കാവലുമായിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാകും. മാത്രമല്ല, കരിമണൽ കത്തയെ കുറിച്ച് കൂടുതൽ പറയേണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കോടിക്കണക്കിന് രൂപ എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിന് അവകാശപ്പെട്ടത് അത് മുടിച്ച് അത് കൊണ്ടുപോയി ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് പണപ്പെട്ടിയിലേക്ക് അങ്ങനെ കൊണ്ടുപോയിടാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഖാവ് അനുവദിക്കരുത്, കോൺഗ്രസുകാരൻ സാധാരണക്കാരൻ അനുവദിക്കരുത്, ലീഗുകാരൻ അനുവദിക്കരുത്, BJP-കാരൻ അനുവദിക്കരുത്. ഇത് നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. ആ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും. വേറെ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് ഞാൻ നിങ്ങളോട് തെരഞ്ഞെടുപ്പിന് ഏതാനും ഒരാഴ്ച മുമ്പ് എനിക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് ഈ നാടിനെ മാറ്റണം, ഈ നാടിനെ മാറ്റിമറിക്കണം. നമുക്ക് കിഴക്കിന്റെ വെനീസായിട്ടുള്ള സുന്ദരിയായ റാണിയാക്കി ആലപ്പുഴയെ മാറ്റണം. നമുക്ക് ലോകം ഇങ്ങോട്ടേക്ക് കയർ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്യാൻ വരാൻ സാധിക്കുന്ന പഴയ പ്രതാപത്തിലേക്ക് ഈ കയർ ഫാക്ടറികളെ തിരിച്ചു കൊണ്ടുവരണം. അമ്മമാർ വീടിനകത്തിരുന്നു കൊണ്ട് കയർ പിരിച്ചാൽ അത് കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്ന് കയർ ബോർഡ് നേരിട്ട് വന്ന് കയറെടുക്കുന്ന സംവിധാനം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തയക്കാൻ മത്സ്യമേഖലയ്ക്ക് സുഖകരമായിട്ടുള്ള ആസ്വാദികരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഇവിടെ നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ ഒരു അവസരം നൽകണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഫ്ലക്സ് ബോർഡ് ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ദുഃഖിക്കേണ്ട. ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ ഹൃദയത്തിലാണ്, അരികിലല്ല, ഹൃദയത്തിൽ കൂടെ ഉണ്ടാകില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ എന്റെ നാട്ടുകാരോടൊപ്പം, എന്റെ സഹപ്രവർത്തകരോടൊപ്പം ഉണ്ട്. ഞാൻ എന്റെ ഈ തലപൊട്ടി ശസ്ത്രക്രിയ ചെയ്യുമ്പോ ബോധരഹിതയായിട്ട് വീഴുന്നത് വരെ എന്റെ സഹപ്രവർത്തകനെ പോലീസിന്റെ മുട്ടിക്കകത്തു നിന്ന് പിടിച്ചു മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നെ തല്ലി അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമാണ് എന്റെ സഹപ്രവർത്തകന്റെ തല തല്ലിപ്പൊളിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളുടെ പിറകിലല്ല, ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചും നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ അശ്വമേധം നടത്തും. അങ്ങനെ ഒരു ചെറിയ താമരപ്പൂവുമായിട്ട് ആരാധനായ നരേന്ദ്രമോദിജിയെ കാണാനൊരു അവസരം, അതിന് നിങ്ങൾ ഇത്തവണ
സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ടവരോടും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം സുഹൃത്തുക്കൾക്ക് വരെ ഇവര് വെറുതെ ഉണ്ടാക്കുന്ന കഥയല്ലേ. നമ്മുടെ പാർട്ടിയുടെ കൂടെയല്ലേ മുക്തർ അബ്ബാസ് നഖ്വി, കേന്ദ്രമന്ത്രിയല്ലേ. ഷാനവാസ് ഹുസൈൻ ബീഹാറിൽ നിന്നുള്ള നേതാവ്, ആരാധനായ ലാൽകൃഷ്ണ അദ്വാനിജിയുടെ കൂടെ ഇരുന്നുകൊണ്ട് എത്ര കാലമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ബീഹാറിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവല്ലേ. നമ്മുടെ കൂടെയല്ലേ നജുമ ഹെപ്തുള്ള, നമ്മുടെ കൂടെയല്ലേ മലപ്പുറത്തെ തങ്ങള്, നമ്മുടെ കൂടെയല്ലേ അറ്റപ്പോയ തങ്ങൾ വന്നത്. നമ്മുടെ പാർട്ടിക്കകത്തേക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ വരികയല്ലേ. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നമ്മുടെ മുന്നിലില്ല. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല. നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം BDJS-ഉം അണിചേരുന്നു. നമ്മുടെ NDA സഖ്യകക്ഷികൾ മുഴുവൻ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് ഹൃദയപൂർവ്വം നന്ദി. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് എന്നെ കണ്ടതിന്